നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതി അശ്ലീല വീഡിയോകൾക്ക് അടിമ. മലയാളി ദമ്പതികളുടെ കൊലപാതകത്തിന് കാരണം സ്വഭാവദൂഷ്യം പുറത്തറിഞ്ഞത്. ചെന്നൈയിൽ മലയാളി ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ മുൻവൈരാഗ്യമെന്ന് പോലീസ്. മുൻവൈരാഗ്യത്തിനൊപ്പം മരുന്ന് വാങ്ങിയതിന്റെ പണം ഗൂഗിൾ പേ വഴി അയച്ചതിനെക്കുറിച്ചുള്ള തർക്കവും പ്രകോപനത്തിന് കാരണമായെന്നും പോലീസ് പറയുന്നു. പ്രതി മഹേഷ് അശ്ലീല വീഡിയോയ്ക്ക് അടിമയായിരുന്നതായും പോലീസ് കണ്ടെത്തി. സമീപത്തെ കടയിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളോടുള്ള ഇയാളുടെ പെരുമാറ്റം സംബന്ധിച്ച പരാതി ഉയർന്നിരുന്നു. ചികിത്സ തേടി ക്ലിനിക്കിലെത്തിയിരുന്ന ഇയാളെ അകറ്റി നിർത്താൻ പ്രസന്നകുമാരി ശ്രമിച്ചിരുന്നു. തുടർന്ന് കടയിലെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി. ഇതിന്റെ പക മൂലമാകാം കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. ചികിത്സയ്ക്കെന്ന വ്യാജേന വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ പ്രവേശിച്ച മഹേഷ് പ്രസന്നകുമാരിയെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയുമാണ് കൊലപ്പെടുത്തിയത്. ബഹളം കേട്ട് പുറത്തേക്കിറങ്ങി വന്ന ശിവൻ നായരെയും ആക്രമിച്ച് വീഴ്ത്തുകയായിരുന്നു. പ്രസന്നകുമാരിയുടെ മൃതദേഹത്തിന് അരികിൽ നിന്നും കിട്ടിയ മൊബൈൽ ഫോണാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. ഇയാൾ ചികിത്സയ്ക്കായി മുമ്പും ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഹനുമാനും കാവിയും. ചിഹ്നം നിലനിർത്താനുള്ള പെടാപ്പാടിൽ പാർട്ടി. ബജറംഗബലി കൃപയിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചോദിച്ച CPM സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പോസ്റ്റർ. ഹനുമന്ത് ജയന്തി ദിനത്തിൽ കഗഡിയ ലോക്സഭാ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥി സഞ്ജയ് കുമാറാണ് ഇത്തരമൊരു പോസ്റ്റർ ഇറക്കിയത്. പോസ്റ്ററിൽ പാർട്ടിയുടെ ചുവപ്പ് നിറത്തേക്കാൾ കൂടുതലുള്ളത് കാവി നിറമാണ്. ഭക്തജനങ്ങളുടെ വിശ്വാസവും വികാരവും ഉൾക്കൊണ്ടാണ് ബീഹാറിലെ CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ചിഹ്നം നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ CPM എല്ലാ അടവ് നയങ്ങളും പുറത്തെടുക്കുന്നുണ്ട്. 20 വർഷത്തിന് ശേഷം ബീഹാറിൽ നിന്നൊരു CPM അംഗത്തെ ലോക്സഭയിലേക്ക് എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി. ശക്തമായ ജാതി സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കഗഡിയ. പ്രദേശത്തെ ഭൂരിപക്ഷ ജാതിയായ കുശ്വാഹ സമുദായക്കാരനായ പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടിയായ സഞ്ജയ് കുമാറിനെയാണ് പാർട്ടി ഇവിടെ മത്സരിപ്പിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് മാലിന്യം കുടിവെള്ള സ്രോതസ്സിലേക്ക് ഒഴുക്കിവിടുന്നു. റിസോർട്ടുകൾക്കെതിരെ നാട്ടുകാർ. വെള്ളത്തൂവലിൽ റിസോർട്ടുകളിലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കുടിവെള്ള സ്രോതസ്സിലേക്ക് ഒഴുക്കിവിടുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ. 100-ലധികം കുടുംബങ്ങൾ പരാതിപ്പെട്ടതോടെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും പരിശോധന തുടങ്ങി. ഉദ്യോഗസ്ഥർ റിസോർട്ട് ഉടമകളെ സഹായിക്കുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. വരൾച്ച കടുത്തതിനാൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഇടുക്കിയിലെ പഞ്ചായത്തുകളിൽ ഒന്നാണ് വെള്ളത്തൂവൽ. ഇതിനിടെയാണ് പഞ്ചായത്തിലെ 7-ാം വാർഡിലെ റിസോർട്ടുകൾ ചെറിയ കുഴിയുണ്ടാക്കി അതിൽ മാലിന്യങ്ങൾ സംഭരിച്ച് രാത്രിയിൽ തോടിലൂടെ മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. ആറിന്റെ തീരത്ത് ജലനിധിയുടെ 5 കുടിവെള്ള പദ്ധതികളാണുള്ളത്. കുഞ്ചിത്തണ്ണി, മേരിലാൻഡ്, ഊട്ടി സിറ്റി, വെള്ളത്തൂവൽ തുടങ്ങിയ ഇടങ്ങളിൽ 1000-ലധികം കുടുംബങ്ങളുടെ കുടിവെള്ള ആശ്രയം ഇതാണ്. ഇതെല്ലാം മലിനമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥർ സാമ്പത്തിക താൽപ്പര്യത്തോടെ റിസോർട്ട് ഉടമകളെ സഹായിക്കുന്നുവെന്ന പരാതിയും ഇവർക്കുണ്ട്. MK സ്റ്റാലിനെ കാണാൻ കഞ്ചാവ് പൊതിയുമായി എത്തി. BJP പ്രവർത്തകൻ പിടിയിൽ. കഞ്ചാവ് പൊതിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാനെത്തിയ BJP പ്രവർത്തകൻ പിടിയിൽ. സ്റ്റാലിനെ കണ്ട് നിവേദനം കൊടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതി പിടിയിലായത്. കൊടൈക്കനാലിൽ വിശ്രമത്തിനായി പോയ മുഖ്യമന്ത്രി മധുര വിമാനത്താവളത്തിലിറങ്ങി റോഡ് മാർഗം കൊടൈക്കനാലിലേക്ക് പോകാൻ ഒരുങ്ങവെയാണ് BJP പ്രവർത്തകനായ ശങ്കരപാണ്ഡ്യൻ കയ്യിൽ കഞ്ചാവ് പൊതിയുമായി നിവേദനം നൽകാനെത്തിയത്. ഇതേസമയം സംസ്ഥാനത്ത് ലഹരി വസ്തു സുലഭമായി ലഭിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അറിയിക്കാനായിരുന്നു ലക്ഷ്യമെന്ന് ഇയാൾ പറഞ്ഞു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ജയരാജനെ CPM തൊടില്ല. തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം കത്തുമെന്ന് K സുധാകരൻ. EP ജാവേദ്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ EP ജയരാജനെ തൊടാൻ CPMന് ഭയമാണെന്ന് K സുധാകരൻ. EP ജയരാജനെ പാർട്ടി സംരക്ഷിച്ചത് പിണറായി വിജയനെയും അഴിമതി നിറഞ്ഞ CPMനെയും രക്ഷിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. EPയെ CPM നോവിക്കില്ല. EPയെ തൊട്ടാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അകത്തു പോകേണ്ടി വരുമെന്നും K സുധാകരൻ വ്യക്തമാക്കി. അഴിമതിയുടെ കൊട്ടാരം കാത്തുസൂക്ഷിക്കുന്ന പ്രധാന കക്ഷിയാണ് EP ജയരാജൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തൊട്ടാൽ കൊട്ടാരം മൊത്തം കത്തുമെന്നും സുധാകരൻ ആരോപിച്ചു. അതിനാൽ ജയരാജനെ നോവിക്കാനോ അലോസരപ്പെടുത്താനോ CPM നേതൃത്വം ഒന്നും ചെയ്യില്ല എന്നും K സുധാകരൻ പറഞ്ഞു. സെഞ്ചുറി അടിച്ച പ്ലെയറെ പോലെയല്ലേ EP CPM സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോയത്.